പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നമ്മുടെ ധ്യാന ഭാഗം വിശുദ്ധ മർക്കോസ് ശ്ലീഹായുടെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചന ഭാഗമാണ്. ഇതിലെ പ്രധാന പ്രമേയം ഇതാണ്: ഈശോ മിശിഹാ തമ്പുരാൻ ഒരു തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നു. പക്ഷേ ഈ ഭാഗം വ്യാഖ്യാനിക്കുന്നതിന് മുമ്പ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. 2-ാം അധ്യായം വരെ ആയതേ ഉള്ളൂ മർക്കോസ് സുവിശേഷകൻ. അതിനുള്ളിൽ തന്നെ ഈശോയുടെ 4 അത്ഭുതങ്ങൾ അദ്ദേഹം വിവരിച്ചു കഴിഞ്ഞു. സുവിശേഷങ്ങളിൽ ഏറ്റവും ചെറിയ സുവിശേഷമാണ് മർക്കോസ് സുവിശേഷകന്റെ സുവിശേഷം. എന്തുകൊണ്ടാണത്? അതിന് കാരണം ഇതാണ്: മർക്കോസ് സുവിശേഷകൻ വിശുദ്ധ പത്രോസ് ശ്ലീഹായുടെ ശിഷ്യനായിരുന്നു. മർക്കോസ് ശ്ലീഹ സുവിശേഷം എഴുതുന്നത് റോമായിലെ സഭയ്ക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഈശോയുടെ പ്രബോധനങ്ങളെക്കാൾ കൂടുതൽ അവർക്ക് ആവശ്യമുണ്ടായിരുന്നത്, ആ സഭയ്ക്ക് ആവശ്യമുണ്ടായിരുന്നത് ഈശോയുടെ അത്ഭുതങ്ങളെക്കുറിച്ചുള്ള കാര്യമായിരുന്നു. അതുകൊണ്ടാണ് പ്രബോധനങ്ങളെക്കാൾ പ്രവൃത്തിക്ക് മർക്കോസ് സുവിശേഷകൻ പ്രാധാന്യം കൊടുക്കുന്നത്. വിശുദ്ധ ഇരണയൂസ് ഇത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. സഭാപിതാവായ വിശുദ്ധ ഇരണയൂസ് അദ്ദേഹം പറയുന്നു, തൻ്റെ ഗുരുവായ പത്രോസ് ശ്ലീഹായുടെ പ്രസംഗത്തിൻ്റെ സംക്ഷിപ്ത രൂപം ശിഷ്യനായ മർക്കോസ് നമുക്ക് നൽകി. ആ അർത്ഥത്തിൽ പത്രോസ് ശ്ലീഹായുടെ പ്രസംഗത്തിൻ്റെ സാരസംഗ്രഹം ഈശോയുടെ അത്ഭുതങ്ങളും ഈശോയുടെ ഉപമകളുമൊക്കെയാണ് കൂടുതലായിട്ട് മർക്കോസ് ശ്ലീഹ അവതരിപ്പിക്കുന്നത്. നമുക്ക് ഈ സുവിശേഷ ഭാഗത്തിൻ്റെ ആരംഭത്തിലേക്ക് വരാം. അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: കുറെ ദിവസങ്ങൾ കഴിഞ്ഞ് യേശു കഫർനാമിൽ തിരിച്ചെത്തിയപ്പോൾ അവൻ വീട്ടിലുണ്ട് എന്ന വാർത്ത പ്രചരിച്ചു. എന്തുകൊണ്ടാണ് കുറെ ദിവസങ്ങൾ കഴിഞ്ഞ് ഈശോ കഫർനാമിലേക്ക് തിരിച്ചെത്തിയപ്പോൾ എന്ന് പറയുന്നത്? അതിന് കാരണമുണ്ട്. മർക്കോസ് സുവിശേഷകൻ അവതരിപ്പിക്കുന്ന ആദ്യത്തെ അത്ഭുതം കഫർനാമിലാണ് സംഭവിക്കുന്നത്. കഫർനാം ഈശോയ്ക്ക് പ്രിയപ്പെട്ട ഒരു സ്ഥലമായിരുന്നു. ഗലീലിയിലെ ഒരു പട്ടണമായിരുന്നു കഫർനാം. അത് ലൂക്കാസ് സുവിശേഷകന്റെ 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവിടെ പറയുന്നു, പിന്നീട് അവർ ഗലീലിയിലെ ഒരു പട്ടണമായ കഫർനാമിലെത്തി. മത്തായി ശ്ലീഹ 11-ാം അധ്യായത്തിൽ ഇത് വിവരിക്കുന്നുണ്ട്. അവിടെ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ കഫർനാമിലാണ് നടന്നതെന്നതിൻ്റെ സൂചനയാണ്. കഫർനാമെ, നിന്നിൽ നടന്ന അത്ഭുതങ്ങൾ സോദോമിൽ നടന്നിരുന്നെങ്കിൽ അതിന്നും നിലനിൽക്കുമായിരുന്നു എന്നാണ് ഈശോ പറയുന്നത്. ആ അർത്ഥത്തിൽ ഈശോ ഒരുപാട് അത്ഭുതങ്ങൾ പ്രവർത്തിച്ച ഒരു പട്ടണമായിരുന്നു കഫർനാം. അത് ഗലീലിക്ക് വടക്കുള്ള ഒരു പ്രദേശമായിരുന്നു. മത്സ്യബന്ധനത്തിന് പ്രസിദ്ധമായ സ്ഥലവുമായിരുന്നു. അവിടെയാണ് പത്രോസ് ശ്ലീഹായുടെയും അന്ത്രോസ് ശ്ലീഹായുടെയും ഭവനം. നാം വിവരിക്കാൻ പോകുന്ന ഈ അത്ഭുതത്തിന് തൊട്ടുമുമ്പ് ഈശോ ഒരു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്ന സംഭവമാണ്. അതിനുശേഷം ഈ കുഷ്ഠരോഗിയോട് ഈശോ പറയുന്നു, ഈ അത്ഭുതത്തെ പ്രസിദ്ധമാക്കരുതെന്ന്. പക്ഷേ കുഷ്ഠരോഗി അത് പ്രസിദ്ധമാക്കി. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഈശോയെ അന്വേഷിച്ച് വന്നുകൊണ്ടിരുന്നു. ഈശോ അപ്പോൾ അല്പം സ്വസ്ഥതയ്ക്ക് വേണ്ടി മറ്റൊരു സ്ഥലത്തേക്ക് പോയി. അതിനുശേഷമാണ്, കുറേ നാളുകൾക്ക് ശേഷമാണ് കഫർനാമിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് ഈ ഭാഗം അങ്ങനെ തുടങ്ങുന്നത്. പിന്നീട് കുറേ നാളുകൾ കഴിഞ്ഞ് യേശു കഫർനാമിൽ തിരിച്ചെത്തി എന്ന് പറയുന്നത്. ഇവിടെ നടക്കുന്ന കാര്യം ഇതാണ്: ഈശോ കഫർനാമിൽ ഉണ്ട് എന്നറിയുമ്പോൾ അവിടെ 4 പേർ ചേർന്ന് ഒരു തളർവാദ രോഗിയെ കട്ടിലിൽ എടുത്തുകൊണ്ട് വരികയാണ്. എന്നിട്ട് ഈ ഭവനത്തിനുള്ളിൽ, കഫർനാമിലെ ഈ ചെറിയ ഭവനത്തിൽ, ഈശോ വന്നിരിക്കുന്ന ഭവനത്തിനുള്ളിൽ പ്രവേശിപ്പിക്കാൻ നോക്കുമ്പോൾ അത് സാധ്യമാകുന്നില്ല. കാരണം വാതിൽക്കൽ പോലും നിൽക്കാൻ കഴിയാത്ത വിധത്തിൽ ഒരുപാട് പേര് തിങ്ങിക്കൂടി നിൽക്കുമ്പോൾ അവർ ചെയ്യുന്ന പ്രവൃത്തി അത്ഭുതാവകമായ ഒരു പ്രവൃത്തിയാണ്. വീടിൻ്റെ മേൽക്കൂര പൊളിച്ചിട്ട് കട്ടിലിലൂടെ തളർവാദ രോഗിയെ താഴേക്ക് ഇറക്കുകയാണ്. അപ്പോൾ അവരുടെ വിശ്വാസം കണ്ടിട്ട് ഈശോ ഈ തളർവാദ രോഗിയെ സുഖപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കിതിൻ്റെ ധ്യാന ഭാഗത്തിലേക്ക് വരുമ്പോൾ 2 കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരാം. ഒന്ന്, ഈ സംഭവം, ഈശോയുടെ അത്ഭുതങ്ങളെല്ലാം നൽകുന്ന സൂചന ഇതാണ്. മർക്കോസ് ശ്ലീഹ സുവിശേഷം അവതരിപ്പിക്കുമ്പോൾ അതിലൂടെ നൽകുന്ന സൂചന, സന്ദേശം ഇതാണ്: ഇതാ ദൈവരാജ്യം ഭൂമിയിൽ ആരംഭിച്ചിരിക്കുന്നു, ദൈവത്തിൻ്റെ ഭരണം ഭൂമിയിൽ ആരംഭിച്ചിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അതിന് ഏറ്റവും എതിരായിട്ട് നിൽക്കുന്നത്
പിശാചാണ്. അതുകൊണ്ടാണ് ആദ്യത്തെ അത്ഭുതം പിശാച് ബാധിതനെ സുഖപ്പെടുത്തിക്കൊണ്ട് തുടങ്ങുന്നത്. പിശാച് എന്താണ് ചെയ്യുന്നത്? രണ്ട് കാര്യങ്ങളാണ് പിശാച് പ്രധാനമായിട്ടും ചെയ്യുന്നത്. ഒന്ന്, മനുഷ്യനെ നിരാശയിലേക്ക് തള്ളിവിടുക, ഇനിയൊരു ആശയമില്ല എന്ന രീതിയിലേക്ക് മാറ്റുക. രണ്ട്, സ്വാർത്ഥഭരിതനാക്കുക, മറ്റുള്ളവരിലേക്ക് ശ്രദ്ധിക്കാതെ തന്നിലേക്ക് തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് ശ്രദ്ധിക്കാനായിട്ട് പ്രേരിപ്പിക്കുക. ഈ രണ്ട് കാര്യങ്ങളെ പിശാചിനെ ബഹിഷ്കരിക്കുന്നതോടുകൂടി ഈ രണ്ട് കാര്യങ്ങൾ മാറുകയാണ്. അതായത് മനുഷ്യൻ മറ്റുള്ളവരെ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു. രണ്ട്, അപാരമായ പ്രത്യാശയിലേക്കും നിരാശയിലേക്കും ആകുന്നില്ല. അതാണ് ദൈവരാജ്യത്തിൻ്റെ ലക്ഷണം. ഇവിടെ സംഭവിക്കുന്നതാണ്, 4 പേർ ചേർന്ന് അവര് തളർവാദ രോഗിയെ ശ്രദ്ധിച്ചിരിക്കുന്നു, തളർന്നു പോയവനെ, വീണ് കിടക്കുന്നവനെ ശ്രദ്ധിക്കുന്നു. അപ്പോൾ സഭ ആവിർഭവിക്കുകയാണ്. 4 പേർ, അത് ഈ 4 പേര് സഭയുടെ പ്രതീകം കൂടിയാണ്. സഭ എന്ന് പറഞ്ഞ എക്ലേസിയ കൂട്ടമെന്നാണല്ലോ. രണ്ട്, ഈ തളർവാദ രോഗിക്ക് ഇനി ഒരു സാധ്യതയുമില്ല എന്ന ചിന്ത, ആ ചിന്തയും തകർക്കപ്പെടുകയാണ്. വലിയ പ്രത്യാശ ഉണ്ടാകുന്നു. അങ്ങനെ അവര് ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. പ്രിയപ്പെട്ടവരെ, ആ അർത്ഥത്തിൽ സഭ ലോകത്തിൽ ചെയ്ത അല്ലെങ്കിൽ ആരംഭിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ ഉദ്ഘാടനവും പിന്നീട് കാലങ്ങളിലേക്ക് ലോകത്തിൽ സഭ ചെയ്ത സേവനത്തെയും കുറിച്ച് നമ്മൾ ധ്യാനിക്കേണ്ട ഒരു ഭാഗം കൂടിയാണിത്. കാലങ്ങളിലേക്ക് സഭ ചെയ്ത ഇതാണ്, മനുഷ്യന് പ്രത്യാശ പകർന്നു നൽകുക, ആളുകളുടെ സ്വാർത്ഥതയിൽ നിന്ന് മാറ്റുക, അവർക്ക് വിദ്യാഭ്യാസം നൽകി, ആതുര സേവനം നൽകി, അങ്ങനെ ലോകത്തെ ജീവിക്കാൻ കൊള്ളുന്ന നാടാക്കി മാറ്റി. അത് സംഭവിക്കുന്ന എന്താണ്? മറ്റ് മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ക്രൈസ്തവ മതത്തിന് അങ്ങനെയൊരു തുടക്കമുണ്ടായതിന് കാരണം തന്നെ ഇതാണ്. അത് ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ഈശോ പറയുന്നതാണ്, ഇത് അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാൻ, ബന്ധിതർക്ക് മോചനം പ്രഖ്യാപിക്കാൻ ഞാൻ വരുന്നു. അപ്പോൾ ആത്മീയത സാമൂഹികവും കൂടെ ആവുകയാണ്. അങ്ങനെയാണ് ലോകത്ത് മുഴുവൻ എവിടെയൊക്കെ ക്രൈസ്തവ സുവിശേഷത്തിന് വെളിച്ചം ചെന്നോ അവിടെയൊക്കെ ജീവിക്കാൻ പറ്റുന്ന സന്തോഷത്തിൻ്റെ നാടായത്. അങ്ങനെയാണ് ആദിമ ക്രൈസ്തവ സമൂഹത്തെ കണ്ടിട്ട് മറ്റു ജനങ്ങൾ പറഞ്ഞു തുടങ്ങിയത്. നോക്കൂ, എത്ര നല്ല സ്നേഹം, ഉച്ചനീചത്വങ്ങളില്ല, വേർതിരിവുകളില്ലാത്ത ഒരു സമൂഹം. അങ്ങനെ പലരും സഭയിലേക്ക് ആകൃഷ്ടരായത് അങ്ങനെയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കുക, ഈ തളർവാദ രോഗി, നമ്മളിതിൻ്റെ സാമൂഹികമായ വ്യാഖ്യാനത്തിലേക്ക് വരുമ്പോൾ ഈ തളർവാദ രോഗി ഒരു പ്രതീകമാണ്. നിരാശരായ, ആത്മീയമായും ശാരീരികമായിട്ടുമൊക്കെ നിരാശരായി പോയവർ, അല്ലെങ്കിൽ ജീവിക്കാൻ മാർഗമില്ലാതെ പല കാരണങ്ങളാൽ വീണുപോയവരുടെ പ്രതീകമാണ് ഈ തളർവാദ രോഗി. മാനസികമായിട്ട് അവരെ ശക്തിപ്പെടുത്തുകയും ആത്മീയമായിട്ടും ശാരീരികമായിട്ടും അവരെ പുനരുദ്ധരിക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ഈ തളർവാദ രോഗിയെ എടുത്തുകൊണ്ട് വന്ന 4 പേര് നമ്മളോട് പറയുകയാണ്. സഭ ചെയ്യുന്നതാണ്. സഭ രക്ഷയുടെ പേടകമായിട്ട് എന്ന് നിലനിൽക്കണമെന്ന് നമ്മൾ പറയുന്നതിൻ്റെ കാരണം അതാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കുന്നത് 1-2 സംഭവങ്ങൾ ഓർക്കുകയാണ്. ഒന്നാമത്തെ സംഭവം, ഞാൻ അതിനു മുമ്പ് പറയട്ടെ, ഇപ്പോൾ ഈ സുവിശേഷ ഭാഗം വ്യാഖ്യാനിക്കുന്നതിന് മുമ്പ് എനിക്കൊരു ഫോൺ വന്നു. ഒരു കോളേജിലെ ഒരു വിദ്യാർത്ഥിയാണ് വിളിച്ചത്. വലിയ സങ്കടത്തോടു കൂടിയാണ് വിളിക്കുന്നത്. വേറൊരു കൂട്ടുകാരനാണ് വിളിക്കുന്നത്. എനിക്ക് പരിചയമുള്ള ഒരു കൂട്ടുകാരൻ വിളിച്ചിട്ട് ആ കൂട്ടുകാരനോട് കൊടുത്താണ് താമസിക്കുന്നത്. ആ കുട്ടി വിളിച്ചിട്ട് വലിയ സങ്കടം പങ്കുവെക്കുകയാണ്. കാരണം ഒരുപാട് പേര് ഒറ്റപ്പെടുത്തുന്നു, അധ്യാപകർ ഒറ്റപ്പെടുത്തുന്നു. എന്തോ ഒരു സംഭവം ഉണ്ടായി. ആ സംഭവം വ്യക്തമാക്കാൻ പറ്റാത്ത ഒരു സംഭവം. പക്ഷെ ഒരുപാട് തരത്തിൽ മാനസികമായിട്ട് വിഷമം ഉണ്ടായി. ആരും സംസാരിക്കുന്നില്ല. അപ്പോൾ രാത്രിയിൽ ഈ ദുഃഖത്തിൻ്റെ നടുവിൽ നിന്ന് കൂട്ടുകാരനോട് പറഞ്ഞപ്പോൾ ആ കൂട്ടുകാരൻ വിളിച്ച് തരികയാണ്. അപ്പോൾ അരമണിക്കൂറോളം സംസാരിച്ചു. അപ്പോൾ ആര് തെറ്റിദ്ധരിച്ചാലും നമ്മൾ ഒന്നിൻ്റെ മുമ്പിൽ തകർന്നു പോകരുതെന്നുള്ള വലിയൊരു പ്രത്യാശ ഈ വിദ്യാർത്ഥിയുടെ മനസ്സിലേക്ക് നൽകാനായിട്ട് സാധിച്ചു. അവസാനം അത് വലിയ അധികാരികളോട് പറയണോ എന്ന് പറയുമ്പോൾ അവസാനം നിരാശയിലും സങ്കടത്തിലും കരച്ചിലും വിളിച്ച ഈ വിദ്യാർത്ഥി അവസാനം സന്തോഷഭരിതനായിട്ട് വലിയ ആശ്വാസത്തോടുകൂടി പറയാണ്, ആരോടും ഇനി പറയണ്ട, എനിക്ക് സമാധാനമായി എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ ഒരു വലിയ സന്തോഷം, വലിയൊരു സംതൃപ്തി. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ ചുറ്റുപാടും നമ്മൾ മറ്റുള്ളവരെ ശക്തിപ്പെടുത്തുക, അവരെ ധൈര്യവത്താകുക, തളർന്നു പോയ ജീവിതങ്ങളെ കൈപിടിച്ചുയർത്തുക എന്നുള്ളതല്ലേ നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത്. ഞാൻ ഓർക്കുന്നത്, ദിവംഗതനായ നമ്മുടെ രസത്തിൻ്റെ ചിരിയുടെ സമ്രാട്ടായിരുന്ന
നമ്മുടെ ഇന്നസെന്റ് കുറെ കാലങ്ങൾക്ക് മുമ്പ് പത്രങ്ങളിൽ എഴുതിയ ഒരു വാർത്തയാണ്. ഒരുപാട് ആന്തരികമായിട്ട് കരഞ്ഞ ഒരു വാർത്തയായിരുന്നു. ഒരു കുഞ്ഞ് ചികിത്സിക്കാൻ പണമില്ലാതെ മരിച്ചുപോയി എന്നുള്ള ഒരു വാർത്ത. അദ്ദേഹത്തിന് അറിയാവുന്നതാണോ അറിയില്ല, ഏതായാലും അദ്ദേഹം അങ്ങനെ എഴുതി. എന്നിട്ട് അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്ന വാക്യം എന്താണ്? അവൻ മരിച്ചുപോയത് പണമില്ലാത്തത് കൊണ്ടാണോ എന്ന് അവൻ അറിയാമായിരുന്നോ? നമ്മളെ വലിയ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം. അതിന് പിന്നീട് വേറൊരു വാർത്ത ഓർക്കുന്നത് ഇതാണ്. 2 പെൺമക്കൾ ഉള്ള ഒരു അപ്പൻ ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്തിട്ട് മൃതശരീരം വീട്ടിൽ കൊണ്ടുവരുമ്പോൾ ഈ അപ്പൻ്റെ ഈ മൃതശരീരത്തെ കെട്ടിപ്പിടിച്ച് ഈ പെൺകുട്ടികൾ കരയുകയാണ്, ആർത്തലച്ച് കരയുകയാണ്. അവർ കരയുന്ന ഇതാണ്: ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞങ്ങളുടെ പപ്പ എന്ന് പറഞ്ഞാൽ ഒരുപാട് എന്തൊക്കെയോ ബാധ്യതകളൊക്കെ ഉണ്ടായി. അത് എല്ലാം തീർക്കാൻ വകയില്ലാതെ ഈ പെൺമക്കളെയൊക്കെ ഓർത്തിട്ട് അവരെങ്കിലും രക്ഷപ്പെടട്ടെ എന്നൊക്കെ കരുതി ചെയ്തതാണെന്നുള്ള രീതിയിൽ ആ പെൺകുട്ടികൾ പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഒരുപാട് പേര് നമ്മുടെ ചുറ്റുപാടുകളിൽ അങ്ങനെയുള്ളവരിലേക്ക് നമ്മുടെ ശ്രദ്ധ ചെല്ലണമെന്ന് സുശേഷഭാവം പറയും. ഇന്ന് ഒത്തിരി സന്തോഷം നൽകിയ ഒരു വാർത്ത ഇന്ന് ഫേസ്ബുക്കിൽ കണ്ട വാർത്തയാണ്. ഇവിടെ അടുത്ത് ഒരു സ്ഥലത്ത് ശാരീരികമായിട്ട് വലിയ രോഗബാധിതയായ 2 കുഞ്ഞുങ്ങളുള്ള ഒരു അപ്പനും അമ്മയും ഇപ്പോൾ ദയാവധത്തിന് വേണ്ടി ഹൈക്കോടതിയിലേക്ക് അപേക്ഷിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് അവർ പിന്നീട് മുമ്പോട്ട് ശക്തിപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള എന്തോ അസുഖങ്ങളാണ്. അപ്പോൾ ഈ പാലാ മെഡിസിറ്റിയുടെ ആ വാർത്ത നമ്മൾ ഈ ഫേസ്ബുക്കിൽ കണ്ട വാർത്തയാണ്. മെഡിസിറ്റി ഇത് അറിഞ്ഞിട്ട് ആ കുഞ്ഞുങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ്. അവരുള്ള ചികിത്സയെല്ലാം നൽകുകയാണ്. ആ 2 അപ്പനും അമ്മയ്ക്കും ജോലി നൽകുകയാണ്. നോക്കുക, ഒരു കുടുംബത്തെ മുഴുവൻ തളർന്നുപോയ ജീവിതത്തെക്കുറിച്ച് പ്രത്യാശ നഷ്ടപ്പെട്ട ഒരു കുടുംബത്തെ മുഴുവൻ കൈപിടിച്ചുയർത്തുന്ന ഇത്തരം സേവനങ്ങളാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ എല്ലാവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. അതാണ് ദൈവരാജ്യത്തിൻ്റെ ലക്ഷണമെന്ന് പറയുന്നത്. ഇല്ലായ്മയുള്ളവർ, തളർന്നു പോകുന്നവർ, അവർക്കൊക്കെ താങ്ങായിട്ട് നിൽക്കുമ്പോൾ, നമ്മളെ തന്നെ മറന്നിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ചെല്ലുമ്പോൾ, അതാണ് ദൈവരാജ്യത്തിൻ്റെ ലക്ഷണം. അതിലേക്കാണ് ഈ സുവിശേഷ ഭാഗം വിരൽ ചൂണ്ടുന്നത്, അല്ലെങ്കിൽ ഈ സുവിശേഷ ഭാഗം നമ്മളെ ക്ഷണിക്കുന്നത്.